ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഇന്ന് കൊൽക്കത്ത വീടുവാണ്. ഇതാ രജിലേഷ് ബ്രോയുടെ വീട്ടിലാട്ടോ നിന്നത്. നമ്മളെ വിഷ്ണു ബ്രോയുടെ ഫ്രണ്ടിൻ്റെ അളിയനാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 ദിവസം ഇവിടെ സ്റ്റേ വന്നിട്ടുണ്ട് കൊൽക്കത്തയിൽ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതുകൊണ്ട് തന്നെ കൊൽക്കത്ത മൊത്തം കറങ്ങി കണ്ടു കഴിഞ്ഞ് ഇനി ഞങ്ങൾ നേരെ ആസാം റൂട്ടിലേക്കാണ് പോകുന്നത്. ആസാം അതുപോലെ തന്നെ മേഘാലയ ആ റൂട്ടിലേക്കാണ് പോകുന്നത്. ഇനി എങ്ങനെയാണ് യാത്രാ കാര്യങ്ങൾ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് പോകുന്ന വഴിക്കാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആസാം പോകുന്ന വഴിക്കൊന്നും മാർക്ക് ചെയ്തിട്ടില്ല കാണാനുള്ള സ്ഥലങ്ങളൊന്നും. അപ്പോൾ വെസ്റ്റ് ബംഗാൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് പോകുന്ന സമയത്ത് എന്തൊക്കെ വീഡിയോസ് ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇട്ടുതരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളങ്ങനെ ഇതാ വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയോട് വിട പറഞ്ഞിട്ട് നമ്മൾ ആസാമിലേക്ക് പോകുന്ന റൂട്ടാട്ടോ. അവിടെ കണ്ട ഒരു വില്ലേജാണിത്. ആ വില്ലേജിലാണെങ്കിൽ നമ്മളെ പണ്ടെങ്ങനെയായിരുന്നോ കേരളം ഉണ്ടായിരുന്നത് അതുപോലത്തെ ഒരു അനുഭവമാണ് കിട്ടിയത്. പക്ഷേ ഇവിടെ ചില മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ചാൽ കുറേ വാഴത്തോട്ടമുണ്ട്, അതുപോലെ തന്നെ കുറേ മരങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഫുള്ള് പൊടിപടലങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് അടിച്ചിട്ട് ഒരുമാതിരി നമ്മളെ എന്താ പറയുക, ഒരു വൃത്തി എന്നല്ല, നമ്മളെ പൊടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം കാണില്ലേ, ഫുള്ള് ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു സാധനം, ഒരു പൂപ്പൽ പിടിച്ചോ അങ്ങനത്തെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിവിശാലമായിട്ടുള്ള നമ്മുടെ നെൽപ്പാടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര പച്ചപ്പിലിങ്ങനെ ദൂരത്ത് വരെ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ സൈഡിലായിട്ട് വാഴത്തോട്ടങ്ങളും കാണാൻ പറ്റും. നല്ലൊരു അടിപൊളി ദൃശ്യം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയപ്പോൾ വേറൊരു ഗ്രാമത്തിലെത്തി. ഇവിടെ മൊത്തം വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്തയും പിന്നെ വേറെ 2-3 സിറ്റി ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഗ്രാമങ്ങളാട്ടോ. ആ ഗ്രാമങ്ങളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഫുള്ള് മറ്റേ നമ്മളെ കൃഷി ചെയ്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവരവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷിയാണ് അവരെ മെയിൻ സാധനം. അതുപോലെ തന്നെ ഒട്ടുമാവ്, അങ്ങനത്തെ ചെറിയ ചെറിയ ചെടികളിൽ തന്നെ നല്ല കായകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ചെടികൾ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൈക്കിൾ ഇഷ്ടം പോലെ കാണാൻ പറ്റി. സൈക്കിളാണ് അവിടെ മെയിനായിട്ട് കാണാൻ പറ്റിയത്. ബൈക്ക് കുറച്ചേ ഉള്ളൂ, കാറുകളുണ്ട്. അതുപോലെ തന്നെ സൈക്കിൾ കൂടുതലാണ് അവിടെ. കൂടുതൽ വില്ലേജിൽ യൂസ് ചെയ്യുന്ന സൈക്കിൾസാണ്. അതുപോലെ ചെറിയ ചെറിയ മാർക്കറ്റുകളാണ് മിക്കതും അവിടെ ഉണ്ടായിരുന്നത്. അതായത് അവരെ സാധനം അവർ തന്നെ കൃഷി ചെയ്തിട്ട് അവർ ലോക്കൽ മാർക്കറ്റ് അവർ തന്നെ മാർക്കറ്റിൽ സെയിൽ ചെയ്യും. പുറത്തൊന്നും കൊടുക്കാണ്ട് അവർ ചില സാധനം സ്റ്റോർ ചെയ്യും. എന്നിട്ട് അവർക്ക് ആവശ്യം വരുമ്പോൾ അവർ യൂസ് ചെയ്യും. അതാണ് ഈ വെസ്റ്റ് ബംഗാളിലെ ഈ ഏരിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കാൻ നമ്മുടെ ബൈക്ക് പോലത്തെ ഒരു സെറ്റപ്പിൻ്റെ അത് പോയതാട്ടോ. അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവർ കൊണ്ടുപോകുന്ന കാണാൻ പറ്റും. പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോഡ് പണി നടക്കുന്നുണ്ടോ. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ റോഡ് പണി നടക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയുക, പൊടിയുടെ ഇടയിൽ കൂടി പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. ഫുള്ള് റോഡ് പണിയാണ്, 2 സൈഡിലും ഫുള്ള് റോഡ് പണിയാണ്. കുറേ ദൂരം ഞങ്ങൾക്ക് അങ്ങനെ കിട്ടി കേട്ടോ. എല്ലാ ഭാഗത്തും റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ഓഫ് റോഡും പൊടിയും ചളിയും എല്ലാം ആയിട്ടാണ് ഞങ്ങൾ യാത്ര മുന്നോട്ടേക്ക് പോയത്. ഇവിടെ പോകുന്ന വഴിക്ക് വേറൊരു കാഴ്ച കൂടി കണ്ടു. ഇപ്പോൾ നിങ്ങൾ ലൈറ്റ് കത്തിക്കണമെന്നുണ്ട്, കണ്ടില്ലേ? അത് ആംബുലൻസ് ആട്ടോ. ഞങ്ങൾ ആംബുലൻസിൻ്റെ സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് നോക്കി എന്താ സംഭവം, ഇവർ ലൈറ്റ് ഇട്ട് പോകുന്നത് എന്തിനാണ് നോക്കുമ്പോൾ ഒരു ഡെഡ് ബോഡിയാണ് അവിടെ കണ്ടത്. ഡെഡ് ബോഡി പോകാൻ വേണ്ടിയിട്ട് അവർ ലൈറ്റ് വിട്ടിട്ട് ആൾക്കാരെ വഴിമാറ്റിയിട്ട് പോകാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെയാണ് എപ്പോൾ അടിയിട്ടെന്ന് ചോദിച്ചാൽ മതി. പക്ഷേ ഇവിടെ അതൊന്നും വിഷയമില്ലാന്ന് തോന്നുന്നു, ലൈറ്റ് കത്തിച്ചുകൊണ്ടാണ് പോകുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ ഒരു വില്ലേജിലേക്ക് പോകുന്ന ജംഗ്ഷനിലെത്തി. അവിടെയാണെങ്കിൽ എല്ലാ സ്ഥലത്തും പോലീസ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോ ജംഗ്ഷനിലും ഓരോ പോലീസുകാർ നിൽക്കുന്നുണ്ട് ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾക്ക് നേരത്തെ കണ്ട ഓട്ടോ ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഓട്ടോ ഉണ്ട്. ആ ടൈപ്പ് നമ്മൾ പുരിയിലൊക്കെ കണ്ട ടൈപ്പ്. അപ്പോൾ അത് ചെല്ലിയിലൂടെ പോകുന്നു. ഇവിടെ 106 രൂപ കേട്ടോ. നമ്മളെ കേരളത്തിനെ വെറുതെ കുറ്റം പറയാണ്. ഇവിടെ 106 രൂപ. നമ്മളെ കേരളത്തിൽ സെയിം, എല്ലാവരും പറയുന്നത് കേരളത്തിൽ കൂടുതലാണെന്നൊക്കെയാണല്ലോ. ഇവിടെയും സെയിമാണ്, അതേപോലെ തന്നെ കേരളത്തിലും സെയിമാണ്. ഈ ഒരു റോഡിൽ നിങ്ങൾ കണ്ടോ, ഫുള്ള് ട്രക്ക് ഇങ്ങനെ അടുപ്പിച്ച് നിർത്തുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഫുള്ള് ട്രക്ക്, കാണാത്ത അത്രയും ദൂരത്ത് ട്രക്കുകൾ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. എന്തിനാണെന്ന് അറിയില്ല, ലോഡ് എടുക്കാനാണോ കൊണ്ടുപോകാനാണോ ഇല്ലേ ഇറക്കിയതാണോ ഒന്നും അറിയാൻ പാടില്ല. പക്ഷെ ഫുള്ള് ട്രക്ക് കേട്ടോ. ഹിച്ചൈക്കിങ് ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ബംഗാളൊക്കെ ടോപ്പായിരിക്കും. കാരണം ഇഷ്ടംപോലെ ട്രക്ക് കിട്ടും. കണ്ടമാനം ട്രക്ക് ഇങ്ങനെ ലോഡില്ലാതെ ഇങ്ങനെ അടുപ്പിച്ച് നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ച കേട്ടോ. അത് ഹൈവേൻ്റെ മുകളിൽ ഒരു ഭാഗം മൊത്തം ട്രക്കുകളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുർഷിദാബാദ് എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ഏരിയയിലാണ്. അപ്പോൾ നമ്മൾ എല്ലാ സംസ്ഥാനത്തിലും നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇതാ ഇവിടെയും ഉണ്ട്. വെസ്റ്റ് ബംഗാളിലെ നെൽപ്പാടം അങ്ങ് മുതൽ ഇങ്ങ് വരെ കിടക്കുന്നുണ്ട്.
കുറേ ദൂരം കേട്ടോ, അങ്ങ് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്, കുറേ ദൂരം ഇങ്ങനെ കിടക്കുകയാണ്. കുറേ ദൂരം തന്നെ അങ്ങ് ഞങ്ങൾ വരുന്നതായിരിക്കും മൊത്തം കണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കണമെന്നുള്ള ഡൗട്ട്, കാരണം എല്ലാത്തിനും ഞങ്ങളിപ്പോൾ നെൽപ്പാടം എന്ന് പറഞ്ഞിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഡൗട്ടായത്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ജാർഖണ്ഡ് വഴി പിന്നെയും വെസ്റ്റ് ബംഗാളിലേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ജാർഖണ്ഡിൽ എപ്പോൾ എത്തുന്നതെന്ന് അറിയില്ല. ഇവിടുന്ന് ഒരു 68 കിലോമീറ്റർ ബാക്കിയുണ്ട്. അപ്പോൾ ജാർഖണ്ഡിലും കൂടി കഴിഞ്ഞാൽ നമ്മൾ 8ാമത്തെ സംസ്ഥാനമാവും. അപ്പോൾ ജാർഖണ്ഡിൽ കൂടെ തന്നെ ഞങ്ങൾ ജാർഖണ്ഡിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണാനും കാഴ്ചകളൊന്നുമില്ല. പിന്നെ രാത്രിയിലേക്ക് ഞങ്ങൾ കട്ട് ചെയ്യുക, അത് നേരെ കട്ട് ചെയ്തിട്ട് വരുന്നത്. അന്നേരം 8ാമത്തെ സംസ്ഥാനം. ഞങ്ങൾ 28 സ്റ്റേറ്റാണല്ലോ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 8ാമത്തെ സംസ്ഥാനം കൂടിയാവും. അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ വെസ്റ്റ് ബംഗാൾ നെൽപ്പാടം നമ്മളെ വണ്ടി. വൈകുന്നേരത്തെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നമ്മളെ കൃഷിപ്പാടങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ്. ഗോപ്രോയിൽ എങ്ങനെ കിട്ടിയെന്നറിയില്ല, ഫുള്ള് കൃഷിപ്പാടങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ നെൽവയൽ ഇങ്ങനെ അങ്ങ് മുതൽ ഇങ്ങ് വരെ നിരന്ന് കിടക്കുന്ന ഒരു കാഴ്ച കേട്ടോ. നല്ല മനസ്സിന് സന്തോഷം നിറഞ്ഞൊരു കാഴ്ചയാണ് ഈ വൈകുന്നേരങ്ങളിലെ കാഴ്ചകൾ. ഒരു അടിപൊളി സംഭവമാണിത്. സൂര്യൻ ഇത് അസ്തമിച്ചു. സമയം നോക്കിക്കേ 5:15 ഉള്ളൂ. 5:15 തന്നെ സൂര്യനെ കാണാനില്ല. അമ്മാതിരി ഒരു അവസ്ഥയാട്ടോ ഇവിടെ. സൂര്യൻ കാണാനില്ല. 6 മണിക്ക് രാത്രിയാവും. അങ്ങനെ നമ്മൾ വെസ്റ്റ് ബംഗാൾ പാതയിലൂടെ സഞ്ചരിച്ച് ജാർഖണ്ഡിലെ അതിർത്തിയിലെത്തി കേട്ടോ. ഞങ്ങൾ ജാർഖണ്ഡിൽ കയറിയിട്ട് ഇറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ജാർഖണ്ഡിൽ കയറിയപ്പോൾ തന്നെ ഒരു വില്ലേജ് കണ്ടു. ഇരുടായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫൂട്ടേജും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. നല്ല എന്താ പറയുക, ക്ലിയർ ഇല്ലായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ മങ്ങിയിട്ടായിരുന്നുള്ളത്. സൈക്കിളും കൊണ്ടൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. പച്ചക്കറിയൊക്കെ ഓരോ സ്ഥലത്തേക്ക് ഇവിടെ തന്നെ ഇവർ ലോക്കൽ മാർക്കറ്റിൽ തന്നെ വിൽക്കുന്ന കാഴ്ച നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. കടകളും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആട്ടോ. രാത്രി ആട്ടോ സമയം, അതായത് ഇപ്പോൾ ഒരു 6:30 ആ സമയമായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഇരുട്ടായിട്ടുണ്ട്. നമ്മളൊരു 8 മണി 8:30 ഒരു അവസ്ഥയാട്ടോ ഇത്. ഫുള്ള് വണ്ടികളും കാര്യങ്ങളെല്ലാം വളരെ കുറവായിരുന്നു. പക്ഷേ ചെറിയൊരു വില്ലേജ് ആട്ടോ ഇത്. ഞങ്ങൾ ഉള്ളിൽ കൂടി തന്നെ കട്ട് ചെയ്താണ് കയറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു വില്ലേജാണ് കാണാൻ പറ്റിയത്. ഇവിടെ എന്തോ ഉത്സവ കാര്യങ്ങളായിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിള്ളേരെ കയ്യിൽ ബലൂണ്, അതുപോലെ ഇഷ്ടം പോലെ ആൾക്കാർ, കടകൾ സൈഡിൽ നമ്മളെ ഉത്സവത്തിനൊക്കെ കാണൂല, അതുപോലെ തന്നെ കുറേ കടകൾ, പിന്നെ കുറേ ആൾക്കാരൊക്കെ നടന്നു പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം മുന്നോട്ട് എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ച് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഫുള്ള് ഇതേപോലെ 2 ഭാഗത്തും, വൈകുന്നേരത്തിൻ്റെ 2 ഭാഗത്തും കടകളും അതുപോലെ കുറേ കുട്ടികളും എല്ലാം കാണാൻ പറ്റി. എന്തോ ഫെസ്റ്റിവൽ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റിയില്ല. ചിലപ്പോൾ ഉള്ളിലോട്ടേക്ക് കയറിയിട്ടായിരിക്കും എന്തെങ്കിലും ഉണ്ടായിരിക്കുക. പുറത്തുനിന്നൊന്നും കാണാൻ പറ്റില്ല. പുറത്ത് കുറേ ആൾക്കാരെയും അതുപോലെ തന്നെ കടകൾ, ഓട്ടോ, പിന്നെ കുറേ സൈക്കിളും കൊണ്ട് പോകുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇവിടെയും അതേപോലെ തന്നെ ഫുള്ള് സാധനങ്ങൾ വഴിയോര കച്ചവടം ധൃതിയായിട്ട് നടക്കുന്നുണ്ട്. എന്തോ ഫെസ്റ്റിവൽ എന്നാണ് തോന്നുന്നുണ്ട്. ഞങ്ങൾ ഒന്നും കണ്ടില്ല, പക്ഷേ റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. ഇത് ജാർഖണ്ഡിലാട്ടോ. ജാർഖണ്ഡിൽ കയറിയപ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കണ്ടത്. നമ്മളിപ്പോൾ ജാർഖണ്ഡിൽ നിന്ന് പെട്രോൾ അടിക്കാം കേട്ടോ. അവിടെ പൈസ കാണിച്ചിട്ടുണ്ടെങ്കിൽ ജാർഖണ്ഡിലത്തെ പെട്രോൾ പൈസ കേട്ടോ 101 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പെട്രോൾ അടിക്കുകയാണ്. വില്ലേജൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ചെറിയ ടൗൺ പോലെ എത്തിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം കുറേ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബിൽഡിങ് കാര്യങ്ങളുണ്ട്. വലിയൊരു ടൗൺ തന്നെ കിട്ടും അല്ലേ. വലിയ ടൗണാണിത്, ജാർഖണ്ഡിലെ ടൗൺ. നമ്മൾ ആദ്യം തന്നെ വില്ലേജിൽ കൂടി ആട്ടോ കയറിയത്, ഇപ്പം ടൗണായി. നമ്മളപ്പോൾ ഇതാ ആസാമിലേക്ക് പോകുന്ന വഴിക്ക് വണ്ടി സൈഡാക്കിയതാട്ടോ. ഈ ഒരു മരം കണ്ടിട്ട്, ഇത് നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന സാധനമാണ് എളന്തപ്പഴം. അപ്പോൾ വലിയ സൈസുള്ള എളന്തപ്പഴം ഇവിടെ കണ്ട് നമ്മൾ ഇതാ നോക്കി വേണ്ട, വലിയ സൈസുള്ള എളന്തപ്പഴം കണ്ട്. അപ്പോൾ ഒന്ന് പറിച്ച് തിന്നിട്ട് പോകാമെന്ന് വിചാരിച്ച്. കാരണം നമുക്കിത് ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് സുഖമാണ്. ഇതാ മോളൊക്കെ പഴുത്തതൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ മോള് കാണാൻ പറ്റുന്നതൊന്നും അറിയില്ല. പഴുത്ത സാധനമൊക്കെ കുറേ ഉണ്ട്. ഇതാ പഴുത്താട്ടോ. ഇത് നമുക്കൊന്ന് പറിച്ച് നോക്കാം. ഇത് പഴുത്തിട്ട് അങ്ങ് എത്തിപ്പോയി, ഉണങ്ങിപ്പോയാലും തിന്നാൻ പറ്റില്ല. കുറച്ചൊരു മഞ്ഞ പോലെ വരുന്ന ഒരു സാധനത്തിൽ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നോക്കിയാൽ ഇതുപോലെ ഇവിടെ വഴിയോരത്തൊക്കെ ഇതിൻ്റെ മരം കേട്ടോ. ഫുള്ള് നമ്മുടെ നാട്ടിലാണെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാക്കുക. ഇവിടെയാണ് ഇതുണ്ടോ വലിയ സൈസിലൊക്കെ ഉള്ളത്, നല്ല സൈസിലൊക്കെ ഉള്ളത്. ഇവിടെ മൊത്തം ഉണ്ട്. നോക്കിയാൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മളിവിടുന്ന് പറിച്ച് തിന്ന്. ഇപ്പം നമ്മൾ കാണുന്നതാണ് ബംഗ്ലാദേശ്, വെസ്റ്റ് ബംഗാൾ, അതായത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ കേട്ടോ ഇത് ഈ കാണുന്നത്. അതിൻ്റെ അപ്പുറം ബംഗ്ലാദേശും ഇപ്പുറം നമ്മളെ ഈ ഇന്ത്യയുമാണ്. നോക്കിക്കേ, ഞങ്ങൾ ഇതുവഴി വരാൻ കാരണം തന്നെ ഇങ്ങനെ ഒരു ബോർഡർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ വീഡിയോ കൂടി എടുക്കാമെന്ന് വെച്ചല്ലേ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ബംഗ്ലാദേശും കണ്ട്. ഇവിടുന്ന് അപ്പുറത്ത് ബംഗ്ലാദേശ് കേട്ടോ. ഈ കാണുന്നത് നമ്മളെ വെസ്റ്റ് ബംഗാൾ ബംഗ്ലാദേശ് ബോർഡറിനടുത്തുള്ള ഒരു കാഴ്ച കേട്ടോ.
അതായത് അടുത്ത ബോർഡർ, ഞാൻ നേരത്തെ കാണിച്ചിട്ടേ ഉള്ളൂ ബോർഡർ എവിടെയാണ്, അത്രയും അടുത്താട്ടോ ബോർഡർ. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളാണ് ഇത് മൊത്തം. ഫുള്ള് ആൾക്കാരും കാര്യങ്ങളും, ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് വെസ്റ്റ് ബംഗാളിൽ കൂടുതൽ. നിങ്ങൾ പോയാൽ മനസ്സിലാവും, വളരെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. ഉള്ളിലോട്ടൊക്കെ ഇഷ്ടംപോലെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ ടൗൺ ആണ്, പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു ഗ്രാമം പോലെ തോന്നുള്ളൂ. അങ്ങനത്തെ വീടും പിന്നെ കടകളും സെറ്റപ്പൊക്കെയാണ്. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരം ഈ എന്താ പറയുക, ചോളയില്ലേ, ചോളത്തിന്റെ പാടങ്ങളാട്ടോ ഇത് കാണുന്നത്. ഫുള്ള് ചോളത്തിന്റെ പാടങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇവിടെ ചോളം, അതുപോലെ തന്നെ ഗോതമ്പ്, അങ്ങനെ പല നെല്ല്, അതുപോലെ തന്നെ പല സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ ഇതായിട്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത്. നമ്മളങ്ങനെ മുന്നോട്ട് പോയി ഇസ്ലാംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ എനിക്ക് വയ്യായിട്ട് റെസ്റ്റ് എടുക്കാൻ നിന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ കുറേ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്നത് അവർ ഹാർവെസ്റ്റ് ചെയ്യുന്നത് കണ്ടു, അതായത് എടുത്ത് വെക്കുന്നത് കണ്ടു. അപ്പോൾ അതൊന്ന് ചെന്ന് നോക്കാൻ വേണ്ടി പോയതാട്ടോ. ഫുള്ള് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, നമ്മളെ പാടത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്ന കളറിലുള്ള ഉരുളക്കിഴങ്ങാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ചുവന്ന കളറിലുള്ളതാണ്. അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് വേറൊരു ടൈപ്പാണ്, ഇവിടെ ചുവന്ന കളറിലാണ്. ഇതാ ഒരു കുടുംബം മൊത്തം ഈ ഉരുളക്കിഴങ്ങ് ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇഷ്ടം പോലെ ചാക്കിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഇതെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആവശ്യത്തിനുള്ള യൂസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് അതിന് അടുത്ത സമയത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ സ്റ്റോർ ചെയ്ത് വെക്കും. മാക്സിമം കൊണ്ടുപോയിട്ട് ഇവർ ലോക്കൽ മാർക്കറ്റ് സെയിൽ ചെയ്യും. ഇത് പുറത്തെത്തൂല കേട്ടോ. ഈ കളറിലെ ഉരുളക്കിഴങ്ങ് നമ്മളെ നാട്ടിൽ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവരെ കൃഷിയിടത്തിൽ വന്നൊന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. ഈ ചുവന്ന നിറമുള്ള കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ ടേസ്റ്റും അതുപോലെ നല്ല ഗുണവും ഉള്ളതാണ്. ഗ്യാസൊക്കെ കുറവാണ് ഈ ഉരുളക്കിഴങ്ങിന്. ചെക്കൻ നമ്മളെ തന്നെ നോക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട്. അപ്പോൾ നമ്മളിതാ ഇവരെ കൃഷിയിടത്തിൽ നിന്ന് കൃഷി ഹാർവെസ്റ്റ് ചെയ്യുന്നതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ എടുത്തതാണ്. ഇസ്ലാംപൂരിലാട്ടുള്ളത്. ഇസ്ലാംപൂരിലെ ഒരു ചെറിയൊരു വില്ലേജാണ്. എനിക്ക് വയ്യായിട്ട് കയറിയതാട്ടോ ഇവിടെ. അപ്പോൾ എടുത്തതാണ്. ഈ കാണുന്നത് മൊത്തം ഗോതമ്പിൻ്റെ കൃഷിയാട്ടോ. ഇങ്ങ് മുതൽ അങ്ങ് വരെ കിടപ്പുണ്ട് ഗോതമ്പിൻ്റെ കൃഷി. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം അടുത്തത് ഞാൻ നിന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ എന്താണ് അവിടെ ഞാൻ നിന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഗോതമ്പ് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.